ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ലോകം ഏറെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനും അവിടെ സമാധാനത്തിനുള്ള സാധ്യതകൾ തുറക്കാനും ചർച്ച സഹായിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത് ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്നാണ്. ഈ കൂടിക്കാഴ്ചയെ ഇന്ത്യ അംഗീകരിക്കുകയും സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി ഇപ്പോൾ കൂടുതൽ അടുക്കുന്നത് ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടക്കാൻ പോകുന്ന ചർച്ചകൾക്ക് തൊട്ടു മുമ്പാണ് ഈ കൂടിക്കാഴ്ച എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വളരുകയാണ്. റഷ്യക്ക് ആയുധങ്ങളും തൊഴിലാളികളെയും നൽകിയാണ് ഉത്തര കൊറിയ സഹായിക്കുന്നത്. ജൂലൈ 12-ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഉത്തര കൊറിയ നൽകിയ സൈനിക സഹായത്തിന് പുടിൻ കിമ്മിനോട് പ്രത്യേകം നന്ദി പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യൻ സൈന്യം കിഴക്കൻ ഉക്രൈനിൽ പുതിയ മുന്നേറ്റങ്ങൾ നടത്തുകയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 10 കിലോമീറ്ററിലധികം ഭൂമി വെട്ടിപ്പിടിക്കുകയും ചെയ്തിരുന്നു. അലാസ്കയിൽ വെച്ച് നാളെ നടക്കാനിരിക്കുന്ന ട്രംപുമായുള്ള ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുടിൻ കിമ്മുമായി പങ്കുവച്ചതായും ക്രെംലിൻ അറിയിച്ചു. എന്നാൽ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇത് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല. റഷ്യയുടെ കുർസ്ക് മേഖലയെ വിമോചിപ്പിക്കുന്ന നടപടിയിൽ ഉത്തര കൊറിയ നൽകിയ സഹായത്തിന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നന്ദി അറിയിച്ചു. കഴിഞ്ഞ വർഷം ഉക്രൈൻ സൈന്യം നടത്തിയ ആക്രമണം താൽക്കാലികമായിരുന്നു. എന്നാൽ റഷ്യൻ സേനയുടെ തിരിച്ചടിയോടെ അവരെ പിന്നോട്ടടിക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഉക്രൈന്റെ ഏകദേശം 20% പ്രദേശവും റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. യുദ്ധത്തിൽ അവർ നേടിയ മേൽക്കൈയാണിത് സൂചിപ്പിക്കുന്നത്. ഉക്രൈൻ യുദ്ധം കാരണം യൂറോപ്പിൽ റഷ്യ ഒറ്റപ്പെട്ടപ്പോൾ ഉത്തര കൊറിയ കൈയയച്ച് സഹായിച്ചിരുന്നു. കുറഞ്ഞത് 10,000-ലധികം ഉത്തര കൊറിയൻ സൈനികരെ റഷ്യൻ സൈനികർക്കൊപ്പം പോരാടാൻ കിം അയച്ചിരുന്നു. കൂടാതെ റഷ്യക്ക് പീരങ്കി ഷെല്ലുകൾ, മിസൈലുകൾ, തൊഴിലാളികൾ എന്നിവയും ഉത്തര കൊറിയ നൽകിയതായാണ് റിപ്പോർട്ട്. ഉക്രൈൻ യുദ്ധത്തിന് ഉത്തര കൊറിയ നൽകുന്ന സൈനിക സഹായം റഷ്യ മറക്കില്ല. അമേരിക്കയുമായുള്ള ചർച്ചയിൽ ഉണ്ടായേക്കാവുന്ന ഉക്രൈൻ യുദ്ധസംബന്ധമായ തീരുമാനങ്ങൾ കിം ജോങ് ഉന്നുമായി പുടിൻ ചർച്ച ചെയ്തിരിക്കാം എന്നാണ് അനുമാനങ്ങൾ. ട്രംപുമായുള്ള ചർച്ചകൾക്ക് മുന്നേയായി കിമ്മിനെ കണ്ടത് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന സൂചന തന്നെയാണ് നൽകുന്നത്.